മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി വിവാദത്തിൽ CMRL കമ്പനിയിൽ വീണ്ടും SFIOയുടെ പരിശോധന. ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടക്കുന്നത്. ഇന്നലെയും ആലുവയിലെ ഓഫീസിൽ SFIO പരിശോധന നടത്തിയിരുന്നു. എസ് ശ്രീകാന്ത് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് പരിശോധനയുടെ വിവരങ്ങൾ? ഇന്നലെ പകലും രാത്രിയുമായി നടത്തിയ പരിശോധനകളുടെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ പരിശോധന ഇവിടെ തുടരുന്നത്. ഈ കാണുന്ന CMRLന്റെ ആലുവയിലെ ആസ്ഥാന ഓഫീസിലാണ്, ആസ്ഥാന മന്ദിരത്തിലാണ് നിലവിൽ ഇപ്പോൾ പരിശോധന നടക്കുന്നത്. 6 അംഗ സംഘമാണ്, SFIOയുടെ 6 അംഗ സംഘമാണ് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നത്. അരുൺ പ്രസാദ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധനകൾ നടന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്നും ഇവിടെ രേഖകളുടെ പരിശോധനയും അധികൃതരിൽ നിന്നും മൊഴിയെടുക്കലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കോർപ്പറേറ്റ് മന്ത്രാലയം ഈ കേസിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1,72,00,000 രൂപ CMRL മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ, തെളിവെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ നടപടികളുടെ ഭാഗമായുള്ള പരിശോധനയാണ് നടക്കുന്നതും. കോർപ്പറേറ്റ് നിയമം 212 പ്രകാരം ക്രിമിനൽ നടപടി പ്രകാരമുള്ള അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നതും. ഇവർ പ്രാഥമിക പരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് സമർപ്പിക്കും. ശേഷം കോർപ്പറേറ്റ് മന്ത്രാലയമാണ് ഈ വിഷയത്തിൽ ഏത് തരത്തിലുള്ള അന്വേഷണം വേണം എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത്. തുടരന്വേഷണം വേണമോ, കേസ് എടുക്കണമോ, ചോദ്യം ചെയ്യൽ, അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിന്നീടായിരിക്കും തീരുമാനമുണ്ടാവുക. 8 മാസത്തെ സമയമാണ് ഈ 6 അംഗ സംഘത്തിന് ഈ പരിശോധനകൾ പൂർത്തിയാക്കി സമർപ്പിക്കുന്നതിന് വേണ്ടി നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകളെ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യലിനെ ഒളിപ്പിച്ചേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിന്റെ പ്രാഥമിക നടപടി എന്ന നിലയിലാണ് ഇപ്പോഴത്തെ ഈ പരിശോധന നടക്കുന്നത്. തിരുവനന്തപുരത്തെ KICDCയുടെ ഓഫീസിലും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവിധ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന ഉണ്ടാകും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇന്നലെ തുടങ്ങിയതാണ് പരിശോധന, ഇന്നും അത് തുടരുന്നു. ഈ ഓഫീസ് അല്ലാതെ മറ്റിടങ്ങളിലേക്ക് CMRLന്റെ മറ്റു ഓഫീസുകളിലും പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ KICDCയിലും അതോടൊപ്പം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലുമൊക്കെ പരിശോധന ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ വന്ന ഘട്ടത്തിൽ ഈ മറ്റ് കേന്ദ്ര ഏജൻസികളായിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം ലക്ഷ്യമിട്ടുള്ള പരിശോധനകളുമായി രംഗത്തെത്തിയത്. ED, NIA, അതോടൊപ്പം കസ്റ്റംസ് അടക്കമുള്ള ഏജൻസികൾ കളത്തിലുണ്ടായിരുന്നു. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് നേരെ SFIO കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഒരു ഏജൻസി എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. അത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ വിഷയത്തിൽ പ്രധാനമായും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇപ്പോഴത്തെ ഈ അന്വേഷണത്തിനുണ്ട് എന്നതാണ് പ്രധാനം. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും അവരുടെ പരിശോധന തുടരുന്നുണ്ട്. എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.